ഞങ്ങളെ വീട്ടിലെ ഫേവറേറ്റ് കറികളിലെ ഒരു കറിയാണ് ഈ ബീട്രൂട്ട് കറി കേട്ടോ. പരീക്ഷണാർത്ഥം ഉണ്ടാക്കി വിജയിച്ച ഒരു കറിയും കൂടിയാണ്. പിന്നെ ഇടയ്ക്ക് ഈ പച്ചക്കറി കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഈ ബീട്രൂട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തിനാ ചോദിക്കുമ്പോൾ കാക്കു പറയും കറി ഉണ്ടാക്കാനാണ്. ഇവിടെ ഉപ്പേരി ഉണ്ടാക്കണില്ലാതെ കൂടുതൽ ബീട്രൂട്ട് വെച്ചിട്ട് നമ്മൾ കറി തന്നെ ആയിട്ട് ഉണ്ടാക്കാറ്. കാരണം കുട്ടികൾ ഉപ്പേരി വെച്ചാൽ ഒരു കൂട്ടൂല. അപ്പോൾ കറി ആവുമ്പോൾ അതിൻ്റെ കറി മാത്രം പാരും കേട്ടോ. അപ്പോൾ അതിൻ്റെ സത്തൊക്കെ അതിലുണ്ടാവുമല്ലോ, ഏതായാലും കറി ആയാലും മതിയല്ലോ. അപ്പോൾ അങ്ങനെ കറി തന്നെയാണ് ഞാൻ അധികം വെക്കൽ. അതിനായിട്ട് 2 ബീട്രൂട്ടും ഒരു കിഴങ്ങും ഒരു സവാളൻ്റെ പകുതിയും 2 പച്ചമുളകും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി പൊടികളായിട്ട് ഈ 3 പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുക്കണുള്ളൂ. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കണം കേട്ടോ. തേങ്ങ മാത്രം അരക്കണുള്ളൂ, അതിലേക്ക് ഉള്ളിയോ ജീരകമോ ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ തേങ്ങ നന്നായി പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി തിളച്ച ശേഷം നമുക്കത് ഇറക്കി വെച്ചിട്ട് ഉള്ളി തൂമിച്ച് വരട്ടോ. തൂമിക്കാനായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ കടുക് വറുക്കും ചെയ്യുക കേട്ടോ. ഉള്ളി തൂമിക്കുന്നതിന് പകരം കടുക് വറുക്കും ചെയ്യുക കേട്ടോ. എങ്ങനെയായാലും അടിപൊളിയാണ്. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കലുണ്ട്. ഉള്ളി തൂമിച്ചുകൊണ്ടും ഉണ്ടാക്കലുണ്ട്, കടുക് വറുത്തുകൊണ്ടും ഉണ്ടാക്കലുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. കറി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇനി ഉണ്ടാക്കിയവരൊക്കെ ഇതിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. എത്ര പേര് ഉണ്ടാക്കിയെന്ന് അറിയാനായിട്ടാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു.